ChatGPT ഉപയോഗിക്കില്ലേ? ഇങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് പല ടീച്ചർമാരും പറയുന്നത്. നമ്മളടുത്ത് പണ്ട് പറഞ്ഞത് ഓർമ്മയില്ലേ, കാൽക്കുലേറ്റർ ഉപയോഗിക്കരുതെന്ന്. ChatGPT അല്ലെങ്കിൽ AI ടൂൾസ് ഒരിക്കലും നമുക്ക് ഷോർട്ട് കട്ട് അല്ല. പക്ഷേ ഇത് നമ്മുടെ മുൻപിൽ ഒരുക്കി കൊണ്ടുവരുന്നത് ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഒരു പേഴ്സണൽ മെന്ററിങ് അല്ലെങ്കിൽ ഒരു ട്യൂട്ടറിങ് ആണ് ഈ AI ടൂൾസ് കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കേ. ഒരു 60 അല്ലെങ്കിൽ 30 പേരുള്ള ഒരു പാക്ഡ് ക്ലാസ്സിൽ ഇരുന്ന് സിലബസ് തീർക്കാൻ വേണ്ടി ടീച്ചേഴ്സ് നെട്ടോട്ടം ഓടുന്നു. പലതരത്തിലുള്ള പഠിക്കാൻ എബിലിറ്റി ഉള്ള സ്റ്റുഡൻസ് കാണും. ഒരു ലോ ആയിട്ട് പഠിക്കുന്നവർ കാണും, ഹൈ ആയിട്ട് പഠിക്കുന്നവർ കാണും. ഇവർക്ക് പേഴ്സണലൈസ് ചെയ്ത് പഠിപ്പിക്കാൻ മിക്കവാറും ഈ ടീച്ചർമാർക്ക് സാധിക്കുന്നതല്ല. അങ്ങനെയുള്ള ഒരു സമയത്താണ് നമുക്ക് എയുടെ മെയിൻ ഫീച്ചേഴ്സ് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത്. മാത്സിൽ ഡൗട്ട് ഉണ്ടോ? മാത്സ് ക്വസ്റ്റ്യൻ കൊടുത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു തരും. ഈവൻ മലയാളത്തിൽ പോലും എക്സ്പ്ലെയിൻ ചെയ്തു തരും. കോഡിങ്ങിൽ ഡൗട്ട് ഉണ്ടോ? നിങ്ങളുടെ പേഴ്സണൽ മെന്റർ ആവും. നിങ്ങൾക്ക് ഇന്റർവ്യൂ എടുക്കുമ്പോൾ സംസാരത്തിൽ ഇഷ്യൂ ഉണ്ടോ? ഒരു വോയിസ് മോഡൽ എടുത്തു വെച്ച് പേഴ്സണലൈസ് ചെയ്ത് ടോക്ക് ചെയ്ത് സംസാരിക്കാം. സംസാരിച്ച് തീരുമ്പോൾ അതിനെക്കുറിച്ച് നമ്മളെക്കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് അതിൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. എവിടെ ഇമ്പ്രൂവ് ചെയ്യണം, എവിടെ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ പേഴ്സണലൈസ്ഡ് ഇത് പ്രൊഫഷണൽ ആയിട്ട് പറഞ്ഞു തരാൻ ഇന്നത്തെ GPT മോഡൽസിന് സാധിക്കും. ഈവൻ ഒരു ചെറിയ വില്ലേജിൽ നിന്ന് വരുന്ന ഒരു സ്റ്റുഡന്റിന് പോലും IIT ലെവലിലുള്ള ഒരു എഡ്യൂക്കേഷൻ സാധ്യമാണ് AI കാരണം. എഡ്യൂക്കേഷൻ എപ്പോഴും അൺഫോർച്ചുനേറ്റ്ലി മണിയും ലൊക്കേഷനും അല്ലെന്നുണ്ടെങ്കിൽ ഒരു നല്ല ടീച്ചറിന്റെ ആക്സസ് കിട്ടാത്തത് മൂലം ലഭിക്കാറില്ല പലർക്കും. ഈ ഒരു ബാരിയർ ആണ് AI കറക്റ്റായിട്ട് സോൾവ് ചെയ്യുന്നത്. കാൽക്കുലേറ്റർ ഒരിക്കൽ ചെയ്തതുപോലെ കണക്ക് കൂട്ടാൻ അറിഞ്ഞൂടാത്ത കടയിലെ ആൾക്കാർക്ക് പോലും ടൈപ്പ് ചെയ്ത് കൂട്ടാൻ പറ്റും. എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ സ്കൂൾ സിസ്റ്റംസ് ഇതിനെതിരെ ഫൈറ്റ് ചെയ്യുമോ അതോ ഈ AI ടൂൾസ് യൂസ് ചെയ്യാനും കൂടെ പഠിപ്പിച്ചു കൊടുക്കുമോ? കമന്റ് ചെയ്യുക.